നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ദേശീയ പണിമുടക്ക്. വ്യാഴാഴ്ച നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് ചരിത്ര വിജയമാക്കാൻ ഒരുങ്ങി കേരളം. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രി ആരംഭിക്കും. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തതാണ് ഈ 24 മണിക്കൂർ പണിമുടക്ക്. വിവിധ ഫെഡറേഷനുകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധ ജീവനക്കാരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. മഹിളാ, യുവജന, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. CITU അടക്കം 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിപ്പിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. അധ്യാപക, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. തൊഴിലുകൾ നിർത്തിവെച്ചും കടക്കമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏതായാലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുക. ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്ന സമയത്തിൽ കൂടുതൽ ആളുകളും നടു റോഡിൽ വലയുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെ പണിമുടക്ക് അറിയാതെ ഇവിടെ വന്ന് പെടുകയും പിന്നീട് തിരിച്ചു പോകാൻ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ സൂക്ഷിക്കുക. കൃത്യമായി തന്നെ എത്ര മുതൽ എത്ര ടൈം വരെയാണ് പണിമുടക്ക് എന്ന് അറിയിച്ചിട്ടുണ്ട്. 12-ാം തീയതിയാണ് ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി അതായത് 12 മണി വരെയാണ് പണിമുടക്ക്. അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ്, പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ, യുവജന, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് പണിമുടക്കിന് മുന്നോടിയായി തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയനുകൾ നോട്ടീസും നൽകിയിട്ടുണ്ട്. ബുധൻ അർദ്ധരാത്രി 12-ന് ആരംഭിക്കുന്ന പണിമുടക്ക് വ്യാഴം രാത്രി 12 വരെ തുടരും. പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1000-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ 100% FDI, ആണവോർജ മേഖലയുടെ സ്വകാര്യവൽക്കരണം എന്നീ വിഷയങ്ങളും തൊഴിലാളികൾ ഉയർത്തിയിട്ടുണ്ട്. ജനദ്രോഹ കേന്ദ്ര ബജറ്റിനും India-US വ്യാപാര കരാറിനുമെതിരെ പണിമുടക്കിൽ ജനവികാരം ഉയരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കേന്ദ്ര നയങ്ങൾക്കെതിരെ ആണ് ഇത്തവണ ദേശീയ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ പോരാട്ടങ്ങളുടെ പുതുയുഗമാണ് വ്യാഴാഴ്ചത്തെ ദേശീയ പൊതു പണിമുടക്കിലൂടെ പിറക്കുകയെന്നാണ് CITU വൈസ് പ്രസിഡന്റ് തപൻ സെൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പണിമുടക്കുണ്ടാകുമെന്നും AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗറും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കശുവണ്ടി, കയർ, കൈത്തറി, മത്സ്യബന്ധന, വിപണന മേഖലകളിലെ തൊഴിലാളികളും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലും കടക്കമ്പോളങ്ങളിലും പണിയെടുക്കുന്നവരും പണിമുടക്കും എന്നും പറയുന്നുണ്ട്. തുറമുഖം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായങ്ങൾ, കയറ്റിറക്ക് തൊഴിൽ, നിർമ്മാണ മേഖല, സ്കീം വർക്കുകൾ, ലോട്ടറി വ്യാപാരം, തൊഴിലുറപ്പ്, ടെലികോം, വൈദ്യുതി, മോട്ടോർ വാഹനങ്ങൾ, ഓൺലൈൻ വ്യാപാരം, IT മേഖല തുടങ്ങിയവയെല്ലാം നിശ്ചലമാകും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ശ്രംശക്തി നീതി ബിൽ അടക്കമുള്ള ജനവിരുദ്ധ ബില്ലുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം തീരുമാനം പിൻവലിക്കുക, നിശ്ചിതകാല തൊഴിൽ മാറ്റി ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 12-ന് നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് മുന്നോടിയായി നാളെ 11-ന് വൈകിട്ട് 4-ന് ആലപ്പുഴ പഞ്ചായത്ത് മേഖലാ തലത്തിൽ വിളംബര ജാഥകളും പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്നും
ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ കലാലയങ്ങളും അടഞ്ഞുകിടക്കും. കേരളം ശരിക്കും സ്തംഭിക്കുമെന്നാണ് കരുതുന്നത്. 30 കോടി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് സമരക്കാർ പറഞ്ഞിരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധം, കർഷക വിരുദ്ധം, കോർപ്പറേറ്റ് അനുകൂലം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമെന്ന് തൊഴിലാളി സംഘടനകൾ വിമർശിച്ചു. രാജ്യത്തെ 600 ജില്ലകളെ സമരം ബാധിക്കുമെന്നാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അമർജിത് കൗർ പറഞ്ഞിരിക്കുന്നത്. കർഷകർ കൂടി സമരത്തിന്റെ ഭാഗമാകുന്നതോടെ ഉത്തരേന്ത്യയിലും സമരം ബാധിക്കുമെന്നാണ് കരുതുന്നത്. ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബും ഉത്തർപ്രദേശുമെല്ലാം കർഷക സമരത്തിന്റെ ചൂട് നേരത്തെ അറിഞ്ഞതാണ്. BJP ഭരിക്കുന്ന അസമും ഒഡീഷയും പൂർണ്ണമായി സ്തംഭിക്കുമെന്നും കൗർ അവകാശപ്പെട്ടിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും സമരം പൂർണ്ണമാകുമെന്നും അവർ പറയുന്നു. സംയുക്ത കിസാൻ മോർച്ച പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും സമരത്തിന്റെ ഭാഗമാകും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവരുടെ സമരം. വിവിധ സംസ്ഥാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ കമ്പനികളിലും സമരത്തിന്റെ പ്രചാരണം നടന്നിരുന്നു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ 4 തൊഴിൽ ചട്ടങ്ങൾ ജനവിരുദ്ധമാണെന്നാണ് സമരക്കാർ പറയുന്നത്. അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതുമാണ് പുതിയ ചട്ടങ്ങൾ. കൂടാതെ അടുത്തിടെ ധാരണയായ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. പ്രതിപക്ഷ കക്ഷികൾ കൂടി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ രാജ്യവ്യാപക സമരം ശക്തമാകും. ഫെബ്രുവരി 12 നടക്കുന്ന പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായി സംയുക്ത കിസാൻ മോർച്ചയും പ്രസ്താവന ഇറക്കി. ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നും അറിയിച്ചു. അമേരിക്ക, ന്യൂസിലാൻഡ്, യൂറോപ്യൻ യൂണിയൻ എന്നിവർക്ക് ആപ്പിളിന്റെ ഇറക്കുമതി തീരുവ കുറച്ചുകൊടുത്തത് രാജ്യത്തെ കർഷകരെ തകർക്കുമെന്നും മുൻ MLAയും കർഷക നേതാവുമായ രാകേഷ് സിംഗും അഭിപ്രായപ്പെട്ടു. കേരളത്തിലും സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ എന്നിവ തുറക്കാൻ ഇടയില്ല. CITU, INTUC ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാണ്. സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും സമരത്തെ പിന്തുണച്ചു. വിദ്യാർത്ഥി, അധ്യാപക, അനധ്യാപിക സംഘടനകളും ബാങ്ക് യൂണിയനുകളും സമരത്തിന്റെ ഭാഗമാകുന്നതോടെ കലാലയങ്ങളും ബാങ്കുകളും അടഞ്ഞുകിടക്കും. BJP അനുകൂല സംഘടനകൾ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല. ഏതായാലും ജനങ്ങൾ വലയാതിരിക്കട്ടെ. എല്ലാ തവണയും ഇത്തരത്തിൽ ദേശീയ പണിമുടക്ക് വരുമ്പോൾ വലയുന്നത് ഇതിനെക്കുറിച്ചിട്ട് അറിയാതെ ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ചിലപ്പോഴൊക്കെ പല ആളുകളും ദൂരെ യാത്ര കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഇവിടെ പണിമുടക്കാണ് എന്നുള്ളത്. പിന്നീട് അവർക്ക് യാത്ര സൗകര്യമില്ലാതെ റോഡിൽ വലയുന്ന കാഴ്ചയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും നമുക്കും നോക്കാം 12-ന് കേരളം സ്തംഭിക്കുമോ എന്നുള്ളത്.